കേരളത്തിൽ ഒരു ഇലയനങ്ങിയാൽ തങ്ങൾ അറിയുമെന്ന് വീമ്പിളക്കുന്ന മാധ്യമങ്ങൾ അജിത് ഡോവൽ എത്തി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അറിയുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ ചിപ്സ് വാങ്ങി അതിൻ്റെ എല്ലാം ദൃശ്യങ്ങളുമായാണ് മാധ്യമങ്ങൾ വരുന്നത്. അദ്ദേഹത്തിൻ്റെ നീക്കം എന്തായിരുന്നു? നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉപദേഷ്ടാവാണ് അജിത് ഡോവൽ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന സമയം മുതൽ രാജ്യത്തിൻ്റെ NSA ആയിട്ട് പണിയെടുക്കുന്ന മനുഷ്യനാണ് ഇദ്ദേഹം. നമ്മുടെ മോദിയുടെ വളരെ സുപ്രധാന പല തീരുമാനങ്ങൾക്കും പിന്നിൽ പ്രവർത്തിച്ച ഒരു ചാലക ശക്തി കൂടിയാണ് അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തി. ഇപ്പോൾ നമ്മുടെ ജമ്മു കാശ്മീരിലെ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആലോചന തുടങ്ങിയ സമയത്ത് തന്നെ ജമ്മു കാശ്മീരിൽ അജിത് ഡോവലിനെ അയച്ച് അദ്ദേഹം ഗ്രൗണ്ടിൽ, ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് വന്നു പോയി എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഗ്രൗണ്ടിൽ അവിടെ ഇറങ്ങി കാര്യങ്ങൾ അന്വേഷിച്ച് സാഹചര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി പല ആവർത്തി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്, ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തതിന് ശേഷമാണ്, ഒരു മുന്നൊരുക്കമൊക്കെ നടത്തിയതിന് ശേഷം ഈ ആർട്ടിക്കിൾ റദ്ദ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട്, അജിത് ഡോവൽ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ ആധുനിക ജെയിംസ് ബോണ്ട് എന്നാണ് പൊതുവെ അന്വേഷണ ലോകം വിശേഷിപ്പിക്കുന്നത്. വളരെ പൊതുവേ ഈ അന്വേഷണം അതീവ രഹസ്യമായിട്ടാണ് സംഭവം നടക്കുക, പബ്ലിക്കാക്കാറില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുടെ വളരെ ചടുലമാണ്. പ്രതീക്ഷിക്കുന്നതിനപ്പുറമുള്ള ഒരു നീക്കമാണ് പലപ്പോഴും ഇദ്ദേഹം നടത്തുന്നത്. ഇപ്പോൾ ഈ അമേരിക്കയായിട്ടുള്ള വ്യാപാര കരാറിൽ പോലും ഡോവലിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത്രത്തോളം ശരിയാണെന്നുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം ഈ പറഞ്ഞാൽ അമേരിക്കയിൽ വിസിറ്റ് ചെയ്യുകയും ആ സമയത്ത് അവിടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായിട്ട് സംസാരിക്കുകയും നമ്മുടെ ഇന്ത്യയുടെ ഭാഗം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഇൻ്റർനാഷണൽ മീഡിയയിൽ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി എന്തിനാണ് കേരളത്തിൽ വന്നത്? കേരളത്തിൽ അങ്ങനെയുള്ള വലിയ വിഷയങ്ങൾ ഇവിടെ ഉണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടാവും. നമ്മുടെ ISRO വിക്രം സ്പേസ് സെൻറ്റർ മുംബൈയിലെ അവിടെ ചില അട്ടിമറികൾ നമ്മുടെ PSLV വിക്ഷേപണവുമായിട്ട് ബന്ധപ്പെട്ട് തുടർച്ചയായിട്ട് 2 നമ്മുടെ വിക്ഷേപണങ്ങൾക്ക് പരാജയം സംഭവിച്ചു. അടുത്ത കാലത്തൊന്നും ഉണ്ടാവാത്ത രീതിയിലുള്ളൊരു പരാജയമാണ്. അപ്പോൾ അതിൽ ചില അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ പ്രഭവ കേന്ദ്രം തിരുവനന്തപുരമാണ് എന്നുള്ള ചില സൂചനകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നത് എന്നാണ് പിന്നീട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ VSSയിൽ അദ്ദേഹം വന്നു. പക്ഷേ VSS നിഷേധിക്കുകയാണ്. അവർ അങ്ങനെ വന്നിട്ടില്ല എന്ന് അവർ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. കാരണം അത് ആ സ്ഥാപനത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതായതുകൊണ്ടാണ് അവർ അത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ വന്നു, ഈ ബന്ധപ്പെട്ട സയൻറ്റിസ്റ്റുമായിട്ട് സംസാരിച്ചു, മേധാവിയായിട്ട് സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിന് ശേഷം തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ടയിൽ വന്ന് ഇവിടുത്തെ ഒരു വളരെ പ്രശസ്തമായ ഒരു ചിപ്സ് കടയാണ് മഹാ ചിപ്സ് എന്ന് പറയുന്നത്. ആ കടയിൽ അദ്ദേഹം കയറി ചിപ്സ് വാങ്ങി മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും നേരത്തെ സൂചിപ്പിച്ചാൽ ആരും അറിഞ്ഞില്ല. ഈ കട ഉടമകൾ തന്നെ അവരുടെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ വ്യക്തി ആര് എന്നൊരു ചോദ്യം വന്നപ്പോഴാണ് ആ കൂട്ടത്തിൽ ആരോ ഇന്ന ആളാണ് എന്ന് തിരിച്ചറിയുകയും കൂടെ അവർ ഈ പറഞ്ഞാൽ അത് അന്വേഷിച്ച് മാധ്യമങ്ങൾ ചെല്ലുകയും ആ ദൃശ്യങ്ങളൊക്കെ മാധ്യമം കൊടുക്കുകയും വാർത്തയാവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഈ മലയാള മാധ്യമങ്ങൾ ഇവിടെ എന്തുണ്ടെങ്കിലും മറ്റേ കണ്ടുപിടിച്ചളയും ഇപ്പോൾ അവതരിപ്പിച്ചളയും എന്നൊക്കെ പറയുന്നില്ലേ. ഇടയ്ക്ക് ഇതുമായിട്ട് ഡോവൽ വന്നതുമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ചില ഈ ഇടതുപക്ഷ ജിഹാദി ആളുകളുടെയൊക്കെ ഹാൻഡിലിൽ നിന്നൊക്കെ ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് ചില പോസ്റ്റുകളൊക്കെ ഞാൻ കണ്ടു. അതായത് ഈ മഹാ ചിപ്സിൽ നാട്ടുകാർ മൊത്തം അറിയുന്ന രീതിയിൽ ഇവിടെ വന്ന് ചിപ്സ് വാങ്ങിച്ചുകൊണ്ട് പോയ മനുഷ്യനാണോ പാകിസ്ഥാനിൽ പോകണമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ വിവരദോഷികളെന്ന് മാത്രം അവരെ കുറിച്ച് പറയാൻ കഴിയുള്ളൂ. കാരണം അദ്ദേഹം 2 ആഴ്ച മുമ്പ് എന്താണ് തിരുവനന്തപുരത്ത് വന്നത്. അദ്ദേഹത്തിൻ്റെ പണി ഭംഗിയായിട്ട് നടത്തി. അതിനുശേഷം വേറെ എന്തൊക്കെയോ ജോലികൾ അദ്ദേഹം ചെയ്തതിന് ശേഷമാണ് ഈ ചിപ്സ് വാങ്ങിക്കുകയും അതിനുശേഷം ഈ ചിപ്സ് വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം പോയിട്ട് ആഴ്ചകൾ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സംഭവം വെളിയിൽ അറിയുന്നത്. അപ്പോൾ അജിത് ഡോവലിനെ പോലെ ഒരു വ്യക്തി, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, ഇവിടെയുള്ള മാധ്യമങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കേരളത്തിലെ പോലീസിനെ അറിയിച്ചുകൊണ്ടോ തന്നെ അദ്ദേഹം വരുന്നത്. അതിൻ്റെ ആവശ്യം അദ്ദേഹത്തിനില്ല. അതായത് ഒരു സ്മാർട്ട് ഫോൺ പോലും ഉപയോഗിക്കാത്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ബാക്കി വേറെ രീതിയിലാണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം. നമ്മളെപ്പോലെ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള റീച്ച് വളരെ കുറവാണ്. നിങ്ങൾക്ക് പേഴ്സണലി അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൊന്നും അദ്ദേഹം ഇല്ല, ഇവിടത്തുള്ള ആക്റ്റീവ് അല്ല. എക്സിൽ തന്നെ വല്ലപ്പോഴൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു പാഡ് അക്കൗണ്ട് അതിൽ വല്ലപ്പോഴൊക്കെയാണ് സംഭവം വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് രാജ്യത്തോടും പ്രധാനമന്ത്രിയുടെ ആഭ്യന്തരത്തോടും മാത്രമാണ്, ആ വിവരം പ്രതിരോധത്തോടും.
അപ്പോൾ അത്തരം വിവരങ്ങളോട് കൊടുത്തുകൊണ്ടിരിക്കുക. അവിടെയാണ് ഈ പറഞ്ഞ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പറയുന്നത് ഇയാൾ ഇവിടെ വന്ന് പിന്നെ എന്താണ് ചിപ്സ് വാങ്ങിച്ച് കറങ്ങി നടന്ന് പോയി, ഇദ്ദേഹമാണോ ഈ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ നോക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. അത് വിവരക്കേടിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ വാർത്തകൾ അവതരിപ്പിച്ച രസമാണ്. ഇവർ കണ്ടുപിടിച്ചതുപോലെയാണ്. പല പിന്നെ മാധ്യമങ്ങളും 2 ആഴ്ച മുമ്പാണ് അദ്ദേഹം വന്നിട്ട് പോയെന്ന് പറയുന്നില്ല, മറിച്ച് അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നു, വാരൊന്നും പോലാത്ത വാർത്ത, പിന്നെ ചിപ്സ് കയറി ചിപ്സ് വാങ്ങിച്ചു പോയി എന്നൊക്കെ നല്ല വാർത്ത കൊടുക്കുന്നു. ഇവർക്ക് സോഴ്സ് കിട്ടിയില്ല. ഡേറ്റിനെ കുറിച്ച് കുറച്ചേ പറയുള്ളൂ അവർ. ഡേറ്റിനെ കുറിച്ച് കുറച്ചേ പറയൂ. കാരണം വലിയ പുറകോട്ട് പോകേണ്ടി വരും 2 ആഴ്ച പിന്നിൽ. അതെ, അതാണ്. ഇപ്പൊ അവര് ഇന്നത്തെ വാർത്ത കൊടുക്കാൻ നമ്മൾ വിചാരിക്കാം ഇന്നലെ വന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇന്ന് വന്നതായിരിക്കും. അവര് പലരും വലിയ ബ്രേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പല ആളുകളും TV ചാനലുകൾ കൊടുത്തത്. പത്രങ്ങൾ ഏതാണ്ട് അതുപോലെ തന്നെയാണ്, അവർക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് വാർത്ത പോലെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചത്. അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പോയി ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പറഞ്ഞ പോലെ അവരുടെ CCTV ഫുട്ടേജ് ഈ സാധനം കിട്ടുന്നത്. അപ്പോൾ ഇദ്ദേഹം ഇവിടെ നമ്മുടെ തുമ്പയിൽ നേരത്തെ തന്നെ ഈ PSLV വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില അട്ടിമറികൾ ഉണ്ടാവുമെന്ന് ചില സൂചനകൾ നേരത്തെ തന്നെ കേന്ദ്രത്തിന് കിട്ടിയിരുന്നു. അത് പിന്നെ അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ കേന്ദ്ര സർക്കാരാണ് അദ്ദേഹത്തെ ഇവിടെ എന്താണ് VSSൽ അയച്ചത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. മോദിയുടെ നിർദ്ദേശം. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചതെന്നാണല്ലോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ബഹിരാകാശ ദൗത്യങ്ങളിലാണ്. പിന്നെ ഗഗൻയാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്, മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ അതിൻ്റെ പരീക്ഷണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ഒരു PSLVയുടെ ഒരു പരാജയം എന്ന് പറയുന്നത്, ഇതിൽ ആരെങ്കിലും പാര വെച്ചിട്ടുണ്ടെങ്കിൽ ബോധപൂർവം ഇതിൽ ഉൾപ്പെട്ടവർ ഗഗൻയാനും പാര വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴുതടച്ച സുരക്ഷ ഇനി VSSയിൽ അല്ലെങ്കിൽ പിന്നെ ഇസ്രായേൽ ശാസ്ത്രജ്ഞന്മാരുടെയോ അല്ലെങ്കിൽ ഈ പ്രോജക്റ്റായിട്ട് പ്രവർത്തിക്കുന്നവരുടെ എല്ലാം കൃത്യമായിട്ട് സുരക്ഷ വേണം എന്ന് മോദിക്ക് നിർബന്ധം ഉള്ളതുകൊണ്ടായിരിക്കാം മറ്റാരെക്കാളും വിശ്വസിക്കാൻ കഴിയുന്ന. അതെന്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ മുഴുവൻ കറങ്ങിത്തിരിഞ്ഞ് കേരളത്തിലെത്തുന്നത്? അത് വളരെ രസകരമല്ലേ. കേരളമാണല്ലോ ഈ ആൻറ്റി ഇന്ത്യ ഫോഴ്സിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കേരളമാണല്ലോ. നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ സിറിയയിൽ പോയത് ഇവിടുന്ന് ISIS ചേരെ കേരളത്തിൽ നിന്ന് പോയി. അവിടെ ഈ ISIS തീവ്രവാദികൾക്ക് വേണ്ടി ഭാര്യമാരായി പോയത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന്. ഇവിടുന്ന് പെൺകുട്ടികളെ കടത്തി അവിടെ കേരളത്തിൽ നിന്ന്. ഈ പിന്നെ PFI എന്ന് പറയുന്ന സംവിധാനം ഇന്ത്യയിൽ എല്ലായിടത്തും അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? കേരളമായിരുന്നു. അവരുടെ ട്രെയിനിങ് ക്യാമ്പ് എവിടെയായിരുന്നു? കേരളമായിരുന്നു. SDP എന്ന് പറയുന്ന സംഘടന, NDF എന്ന് പറയുന്ന സംഘടന, പഴയ സിമി എന്ന് പറയുന്ന സംഘടന, ഇത്തരം തീവ്രവാദ സംഘടനകളെല്ലാം ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം നടന്നത് ഇടത് പക്ഷവും വലതുപക്ഷവും. കാരണം ഇവരുടെ സംരക്ഷണം കിട്ടും. അവരെന്തുകൊണ്ടാണ് സംരക്ഷിക്കുന്നത്? അവർക്ക് മുസ്ലിങ്ങളുടെ 4 വോട്ട് വേണം. അപ്പോൾ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് ഈ പറഞ്ഞ തീവ്രവാദം പ്രചരിപ്പിക്കുകയും പ്രാക്ടീസ് ചെയ്യുന്ന തീവ്രവാദികൾക്കായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇവരെല്ലാ പിന്തുണയും കൊടുക്കുന്നു, അവർക്ക് ഒളിച്ചിരിക്കാനുള്ള അവസരം കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ എല്ലാവരും വിടുന്നത്. സക്കീർ നായിക്ക് പറഞ്ഞില്ലേ ഓപ്പണായിട്ട്, ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ വീഡിയോ അടപ്പുണ്ടല്ലോ. സക്കീർ നായിക്ക് പറഞ്ഞെന്താ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കേരളത്തിലേക്ക് പോകോളൂ, അവിടെ നമുക്ക് എല്ലാ സുരക്ഷിതത്വവും സൗകര്യങ്ങളുണ്ട്, അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് പൊട്ടിത്തെറിക്കാം എന്ന് സക്കീർ നായിക്ക് പറഞ്ഞു. അപ്പോൾ അത്രത്തോളം ഈ പറഞ്ഞതിലെ കേരളം എന്ന് പറയുന്നത് നമ്മളിവിടെ പ്രബുദ്ധരുടെ നാടാണെന്നൊക്കെ ഇവർ നാഴിക നാൽപ്പട്ടം തള്ളുന്നെങ്കിൽ പോലും ആ പ്രബുദ്ധരുടെ മറവിലാണ് ഈ തീവ്രവാദം വലിയ തോതിൽ വളർന്നു വരുന്നത്. അപ്പോൾ അതിന് വേണ്ട രീതിയിൽ പിന്നെ കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഏതെങ്കിലും വിഷവിത്തുകൾ VSSയിൽ കടന്നു കയറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഈ സയൻറ്റിസ്റ്റുകളുടെ ഇടയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുടെ അത്തരം എന്തെങ്കിലും നീക്കം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കലാണ് ഇദ്ദേഹത്തിൻ്റെ വരവിൻ്റെ ലക്ഷ്യം എന്നാണ് പൊതുവെ പറയുന്നത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ മലയാളത്തിലെ മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട അവരുടെയും പരിധിക്ക് അപ്പുറത്തവരുടെ കാര്യങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഞങ്ങളല്ല വലിയ ആളുകൾ എന്നുള്ള ഒരു ബോധ്യം ഇപ്പോഴെങ്കിലും അവർക്ക് ഈ അജിത് ഡോവലിൻ്റെ വരവിന് ശേഷം മനസ്സിലായി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.